ഇന്നലത്തെ എപ്പിസോഡിൽ ഈ ജിസേൽ ആര്യൻ വിഷയം ചർച്ചയായ സമയത്ത് ഓരോരുത്തരായിട്ട് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്ന് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഇവർക്കിടയിൽ പ്രണയമുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ പലരും അഭിലാഷ്, ഒണീൽ, നമ്മുടെ ബിന്നി ഇവരെല്ലാവരും പറയുന്നത് ഇവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനപ്പുറം എന്തോ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവർ പറയാനായിട്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നേരിട്ട് എന്തെങ്കിലും കണ്ടോ, അതായത് ആര്യനോ അല്ലെങ്കിൽ ജിസേലോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണെന്ന് ഇവരോട് പറഞ്ഞോ, ഒന്നുമില്ല. അനുമോള് ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. ആ സമയത്ത് ഇവര് നമ്മുടെ ഒണിയിലായിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഇവരൊക്കെ ഭയങ്കര മാസ് ഡയലോഗ് അടിച്ചൊരു സാധനമുണ്ട്, ജഡ്ജ്മെന്റൽ ആവരുത് എന്ന് വെച്ചാൽ സംശയത്തിന്റെ പേരിൽ ഒരാളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കരുത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവരങ്ങനെ ചെയ്തു എന്ന് ഊഹിക്കരുത്. ഒരു ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്രണയവും അല്ലെങ്കിൽ മറ്റു വേറെ പലതുമൊക്കെ ആണെന്നുള്ള ചിന്ത ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുരോഗമനം പറഞ്ഞ ആൾക്കാരാണ് അക്ബറും ഒണിയിലുമൊക്കെ. അതേ മനുഷ്യന്മാരാണ് ഇന്നലെ അവിടെ നിന്നും കൊണ്ട് പ്രണയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, സംശയമുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞത്. അല്ല, ഇപ്പൊ ഇത് ജഡ്ജിമെന്റിലല്ലേ, ഇത് സംശയമല്ലേ, ഇത് വെറും ഊഹം മാത്രമല്ലേ, എവിഡൻസ് ഇല്ലാത്ത ഊഹം. അല്ലെങ്കിൽ ജിസേലോ ആര്യനോ സമ്മതിക്കാത്തൊരു കാര്യം അവർക്കിടയിൽ ഉണ്ടെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇവരന്ന് അനുമോള് പറഞ്ഞപ്പോൾ ഇതല്ലല്ലോ പറഞ്ഞത്, ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇന്നലെ അവരുടെയൊക്കെ നിലപാടങ്ങ് മാറി. ലാലേട്ടൻ അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അന്നൊരു പ്രശ്നം ഉണ്ടായതോടെ ഞാൻ അവരെ നോക്കുന്നത് നിർത്തിയതാണ്. ഞാൻ എന്ത് കണ്ടാലും ഞാൻ കാണാത്ത ഭാഗത്തിൽ പോയി എനിക്കൊന്നും പറയാനില്ല. അതായത് നല്ല ഒന്നാന്തരം മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയേണ്ട ആവശ്യം ഇവിടെ ഉള്ളൂ, പ്രത്യേകിച്ച് അനുമോള്. കാരണം അന്ന് അനുമോളെ കുറ്റം പറഞ്ഞവർക്കൊക്കെയാണ് ഇപ്പോൾ സംശയം, ഇവർ തമ്മിൽ പ്രണയമാണോ മറ്റേതാണോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോള് പറഞ്ഞു ഞാൻ അന്നത്തോടെ എനിക്ക് മതിയായി, ഞാനിപ്പോൾ അവരെ കാര്യമൊന്നും നോക്കാറില്ല, എനിക്കൊന്നും പറയാനുമില്ല, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ജോലി ലാലേട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ട് അനു അവിടെ ഇരുന്നത്. അപ്പോൾ ഇതിനകത്ത് അന്ന് അനുമോള് ചെയ്ത പ്രവൃത്തി ശരിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അന്നത്തെ അനുമോളുടെ പ്രവൃത്തിയെ തെറ്റാണെന്ന് പറഞ്ഞവർക്കാണ് ഇപ്പോൾ ജിസേലും ആര്യനും തമ്മിൽ പ്രണയമാണോ എന്നൊക്കെയുള്ള സംശയം. ഈ സംശയം തന്നെയാണ് അന്ന് അനുവും പറഞ്ഞത്. മനസ്സിലായോ? ഈ സംശയത്തിന് അവിടെ പ്രസക്തിയില്ല, ഇത്തരം ഊഹങ്ങൾക്ക് പ്രസക്തിയില്ല. പുതപ്പിന്റെ അടിയിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ജിസേലിന്റെയും ആര്യന്റെയും മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ ഊഹിക്കുന്നതും. രണ്ടും ഊഹമാണ്, നമുക്കറിയില്ല സത്യമാണോ അല്ലയോ എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.